എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് സംസാരിക്കാൻ പോകുന്നത് കുറച്ച് അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ്. ബാല അമൃത വിഷയം എല്ലാവരും കണ്ടതാണല്ലോ. ഇന്നലെ അമൃതയുടെ പത്രസമ്മേളനം, അവർക്കുണ്ടായ ഒരു ചതി ഒക്കെ നമ്മൾ കേട്ടതല്ലേ. സത്യം പറഞ്ഞാൽ ഈ അമൃത സുരേഷ് ആണെങ്കിലും ബാലയാണെങ്കിലും ഇവരുടെ റിലേഷൻഷിപ്പിലുണ്ടാകുന്ന ഒരുപാട് കോൺഫ്ലിക്ട്സുകൾ, അതിനെ തുടർന്നുണ്ടാകുന്ന ഇതുപോലെയുള്ള ചില ഒറ്റപ്പെട്ട സംഭവങ്ങൾ, ഇതൊക്കെ നമ്മളൊന്ന് പാഠമാക്കിയെടുക്കേണ്ടതായിട്ടുണ്ട്. എന്താ കാര്യം എന്നല്ലേ, അതായത് അമൃത സുരേഷിന് കഴിഞ്ഞ പ്രീവിയസ് ഒരു പ്രോബ്ലം, ഇവർ തമ്മിലുണ്ടായ പ്രോബ്ലം, കുഞ്ഞ് വന്ന് വീഡിയോ ചെയ്തു. ആ സമയത്ത് അമൃത സുരേഷിന് അത്ര നാളും കിട്ടാത്ത ഒരു മീഡിയ സപ്പോർട്ട്, അറ്റൻഷൻ, അതുപോലെ വ്യൂവേഴ്സിൻ്റെ ആളുകളുടെ ഒരു സപ്പോർട്ട് ഒക്കെ ഭയങ്കരമായിട്ട് കിട്ടിയായിരുന്നു. അതുവരെ അമൃത സുരേഷിന് ഒരുപാട് ഹേറ്റേഴ്സ് ആയിരുന്നു. ഒരു 99.9% ഹേറ്റേഴ്സ് തന്നെയായിരുന്നു. പക്ഷെ ആ ഒരൊറ്റ സംഭവത്തിലൂടെ, അതായത് ആ കുഞ്ഞ് വന്നിരുന്ന് ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ച് കഴിഞ്ഞപ്പോഴേക്കും ആളുകളുടെ ചിന്താഗതി ഒരുപാട് മാറി. നെഗറ്റീവ് പറഞ്ഞ ആളുകൾ പോലും അമൃത സുരേഷിനെ ചേർത്ത് നിർത്തി. പക്ഷെ ഇന്നലത്തെ ആ ഒരു പ്രസ് മീറ്റിൻ്റെ ആ വീഡിയോയുടെ അടിയിൽ കോമൻറ്റ് സെക്ഷൻ കംപ്ലീറ്റ് നെഗറ്റീവ് ആയിരുന്നു. എന്നെ അത് ഭയങ്കരമായിട്ട് അത്ഭുതപ്പെടുത്തി. കുറച്ച് നേരം ഇരുന്ന് ചിന്തിച്ചപ്പോൾ നമുക്ക് മനസ്സിലാവും, കാര്യം പിടികിട്ടും. എനിക്ക് തോന്നുന്നു ഇവിടെ അമൃത സുരേഷിന്, അതായത് ഇന്നലത്തെ ആ പ്രസ് മീറ്റ് വീഡിയോയുടെ അണ്ടറിൽ ഭയങ്കര നെഗറ്റീവ് കോമൻസ് ആണ്. അത്രമാത്രം ഹേറ്റ്രഡ് ഉണ്ടാവാനുള്ള ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത്, നമ്മൾ ഈ പെട്ടെന്നുണ്ടാകുന്ന വികാര വിക്ഷേപങ്ങളുടെ പുറത്ത് നമ്മൾ പറയുന്ന വാക്കുകൾ മിതമായിരിക്കണം, അല്ലെങ്കിൽ ചിന്തിച്ചിട്ടായിരിക്കണം പറയേണ്ടത്. അത് ചുമ്മാതെ നമ്മൾ ഇരുന്ന് പറയുമ്പം അങ്ങനെ ചിന്തിക്കണം എന്നില്ല. പിന്നെ ദേഷ്യവും സങ്കടമൊക്കെ വന്നിരിക്കുമ്പോൾ നമ്മളിങ്ങനെ എഡിറ്റ് ചെയ്ത് കട്ട് ചെയ്ത് ഇങ്ങനെയൊക്കെ പറയാൻ പറ്റില്ല. പക്ഷെ ഒരു സോഷ്യൽ മീഡിയയുടെ മുന്നിൽ, ഒരു പ്രസ് മീറ്റിൽ ഒക്കെ നമ്മൾ പറയുന്ന വാചകങ്ങൾ വളരെ സൂക്ഷിച്ചായിരിക്കണം. കുറച്ചുകൂടി അങ്ങോട്ട് വ്യക്തമായി പറഞ്ഞാൽ വളരെ നിയമപരമായിട്ട് വേണം സംസാരിക്കാൻ. അതെന്താ നിയമപരമായിട്ട് എന്നല്ലേ, അതായത് അമൃത സുരേഷിന് ഇവിടെ ഒരു വീഴ്ച പറ്റിയിട്ടുണ്ട്. ഞാൻ ഇന്നലെ അമൃതയെ ഒരുപാട് സപ്പോർട്ട് ചെയ്ത് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഒരുപാട് നെഗറ്റീവ്, ഞാൻ ഈ പറഞ്ഞതുപോലെ അമൃത സുരേഷിനെതിരെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്നവരൊക്കെ അമൃതയെ സപ്പോർട്ട് ചെയ്തിട്ടാണ്. ഞാനും അമൃതയെ സപ്പോർട്ട് ചെയ്തിട്ടാണ്, കാരണം ആ കുഞ്ഞിനെ സപ്പോർട്ട് ചെയ്യണം നമ്മൾ. പക്ഷെ അതിനപ്പുറത്തെ കുറേ സത്യങ്ങളുണ്ട്. ബാല ഇന്നലെ അദ്ദേഹത്തിൻ്റെ ഇൻസ്റ്റാ പേജിലൊക്കെ ഫോട്ടോസ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. വിക്ടറി എന്ന് പറഞ്ഞ് ഒരു അഡ്വക്കേറ്റിൻ്റെ കൂടെ എന്തിനെയോ പുള്ളി ജയിച്ചു എന്നാണ്. അപ്പോൾ ഞാനിങ്ങനെ ചിന്തിച്ചപ്പോഴേ, പുള്ളി ഈ ഒരു കാര്യത്തിൽ ജയിക്കണമെങ്കിൽ, അതായത് ന്യൂസ് ഇങ്ങനെ സ്പ്രെഡായി, റെപ്യൂട്ടഡ് ചാനൽസിലൊക്കെ ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു, കള്ള ഒപ്പിട്ടതിൻ്റെ പേരിൽ ബാല അറസ്റ്റ് ചെയ്യപ്പെട്ടു എന്നുള്ളത്. അപ്പോഴും അവിടെ പൈസ, ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ കാര്യത്തിൽ തൊടാൻ പറ്റുന്നില്ല. അവിടെ നിയമപരമായ ഒരു ഒരു പ്രൊട്ടക്ഷൻ ബാലയ്ക്ക് കിട്ടി എന്നുള്ളതാണ്. അപ്പം ഞാനിങ്ങനെ ഇരുന്ന് ചിന്തിച്ചു, അതെങ്ങനെ കിട്ടി, എവിടെയാണ് ഇത് പിഴച്ചത്, പാളിപ്പോയത് എന്ന് ചിന്തിച്ചപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്കൊരു കാര്യം മനസ്സിലാവും. അമൃത ഇതിനു മുമ്പുള്ള പ്രശ്നങ്ങളിൽ ഒക്കെ മീഡിയയുടെ മുന്നിൽ, അല്ലെങ്കിൽ അവരുടെ ചാനൽ കൂടെ എപ്പോഴും ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യമുണ്ടായിരുന്നു. ഞങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ പൈസ ഒന്നും വേണ്ട, ഞങ്ങൾക്കൊരു കുന്തവും വേണ്ട, ഒന്നുമില്ലെങ്കിലും കുഴപ്പമില്ല, ഞങ്ങൾക്ക് സമാധാനത്തോടെ ജീവിച്ചാൽ മതി. കുഞ്ഞാവട്ടെ, അവളിട്ടൊരു വീഡിയോയിൽ പലതവണ പറഞ്ഞു അച്ഛനെ ഇഷ്ടമല്ല, അങ്ങനെ ഒരാളുടെ മകളായിട്ട് ജീവിക്കാൻ താല്പര്യമില്ല, ഒന്നും വേണ്ട, അച്ഛൻ്റെ ഒന്നും വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, പെട്ടെന്നുണ്ടാകുന്ന വികാര വിക്ഷോഭങ്ങളുടെ പുറത്ത് നമ്മൾ മീഡിയയുടെ മുന്നിൽ വന്നിരുന്ന് പറയുന്ന പല കാര്യങ്ങളും വളരെ സൂക്ഷിച്ച് വേണം. അല്ലെങ്കിൽ പല വാചകങ്ങളും നാളെ നമുക്കെതിരെ വാള് പോലെ ഇങ്ങനെ നിൽക്കും കേട്ടോ. നമ്മളുടെ കഴുത്ത് വെട്ടാൻ പാകത്തിനുള്ള വാള് പോലെ നിൽക്കും. അപ്പോൾ ഇതിലെന്താ സംഭവിച്ചിരിക്കുന്നതെന്ന് വെച്ചാലേ, ഇപ്പം ഒരു കേസായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിലും ബാലയുടെ സ്വത്തൊന്നും വേണ്ട, പൈസയൊന്നും ഞങ്ങൾക്ക് വേണ്ട, സമാധാനത്തോടെ ജീവിച്ചാൽ മതി എന്ന് അമൃത പറഞ്ഞതിൻ്റെ പല തെളിവുകളും സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഇപ്പോഴും കറങ്ങുന്നുണ്ട്. അമൃത ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, വേർബലി പറഞ്ഞു കഴിഞ്ഞു, എനിക്ക്
സ്വത്തൊന്നും ഞങ്ങൾക്ക് ഒരു പൈസ ആവശ്യമില്ല, സമാധാനം മതി എന്നുള്ളത്. അപ്പോൾ പൈസ ആവശ്യമില്ല എന്ന് വേർബലി അമൃത പറഞ്ഞതിൻ്റെ തെളിവുള്ളത് കൊണ്ട് ചിലപ്പം അങ്ങനെ ഒരു ലൂപ്പ് ഹോൾ വെച്ചിട്ടായിരിക്കാം ഇത് ഈ ഒരു എമൗണ്ട് തിരിച്ചെടുത്തത്. അപ്പോൾ ഇതിൽ നമുക്ക് കുറ്റപ്പെടുത്താനോ ഒറ്റപ്പെടുത്താനോ ഒന്നും ഞാൻ നിൽക്കുന്നില്ല. പക്ഷേ എല്ലാവർക്കുമുള്ള ഒരു എല്ലാവരും പഠിക്കേണ്ട ഒരു പാഠം ഇതിലുണ്ട്. എസ്പെഷ്യലി സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്യുന്ന ആളുകൾ. ആരുടെയും ജീവിതത്തിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും വരാതിരിക്കട്ടെ. പക്ഷേ റീസെൻ്റ്ലി എനിക്ക് തോന്നുന്നു 2024 ലാസ്റ്റ് 2025 ഒക്കെ മുതൽ ഈ കുടുംബ പ്രശ്നങ്ങളും ഒക്കെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കോണ്ടന്റുകൾ എന്ന് പറഞ്ഞാൽ ഈ കുടുംബ പ്രശ്നങ്ങൾ തന്നെയാണ് അല്ലേ? അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊക്കെ സങ്കടങ്ങൾ വരുമ്പോഴോ അല്ലെങ്കിൽ ദേഷ്യത്തിൻ്റെ പുറത്തോ നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകൾ നാളെ നമുക്കെതിരെ നിൽക്കാനുള്ള ചാൻസ് ഉണ്ട് എന്ന് വിചാരിച്ച് കുറച്ച് നിങ്ങൾ ആർട്ടിഫിഷ്യലായിട്ട് സംസാരിച്ചാലും കുഴപ്പമൊന്നുമില്ലെന്നേ. കാരണം ഒരു വൻ വീഴ്ച, ആ ഒരു എമൗണ്ട് ഇപ്പോൾ അമൃതയെ സംബന്ധിച്ച് ഞാൻ ഇന്നലെ എൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അമൃത പറഞ്ഞൊരു കാര്യം എനിക്ക് തീരെയും ഇഷ്ടപ്പെട്ടില്ല. അമൃത റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, കുഞ്ഞിന് കൊടുത്തതല്ലേ, അതൊരു ചെറിയ എമൗണ്ട് ആണ് എന്നുള്ളത്. അതെനിക്ക് അങ്ങോട്ട് തീരെ ഇഷ്ടപ്പെട്ടില്ല. ഞാൻ ഇപ്പോഴും കുഞ്ഞിൻ്റെ സൈഡിൽ തന്നെ നിൽക്കുന്നത്, അമൃതയുടെ ഭാഗത്തു നിന്ന് തന്നെ നിൽക്കുന്നത്. പക്ഷേ പൈസ എന്ന് പറയുന്നത് അത് എത്ര വലുതാണെങ്കിലും ചെറുതാണെങ്കിലും അതിന് നമ്മളൊരു വാല്യൂ കൊടുക്കണം. ഇപ്പം ആ ഒരു 15 ലക്ഷം രൂപയെ അമൃത പലപ്പോഴും പറഞ്ഞത് അതൊരു ചെറിയ എമൗണ്ടാണ്, അത് കുഞ്ഞിന് കൊടുത്തൂടെ എന്നുള്ളതാണ്. അപ്പോൾ അവിടെയൊക്കെ ആ വാക്കുകൾ നമുക്കെതിരെ നിൽക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇപ്പോൾ എനിക്കാണെങ്കിൽ സംഭവിക്കും അങ്ങനെ തെറ്റുകൾ അല്ലേ? കാരണം നമ്മൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയുടെ മുന്നിൽ വന്ന് ഇതുപോലുള്ള പ്രശ്നത്തിൽ ഉൾപ്പെട്ട് എന്തെങ്കിലും പറയുമ്പോൾ എസ്പെഷ്യലി സ്ത്രീകൾ കുറച്ച് പാനിക്കാവും. അവരെന്താണോ മനസ്സിൽ തോന്നുന്നത് അതങ്ങ് പറയും അല്ലേ? അപ്പോൾ ഈ ഒറ്റപ്പെട്ട സംഭവങ്ങളൊക്കെ എല്ലാവർക്കും ഒരു പാഠമായിരിക്കട്ടെ. ചില വാക്കുകളൊക്കെ നമുക്കെതിരെ ഇങ്ങനെ പാമ്പിനെ പോലെ നമ്മളെ കൊത്താൻ പാകത്തിന് നാളെ നിൽക്കും, പിന്നീട് നിൽക്കും എന്നുള്ള കാര്യം എല്ലാവരും ഒന്ന് ഓർക്കണം. ജീവിതത്തിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും വരാതിരിക്കട്ടെ, അതാണ് ആദ്യം നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്, ചെയ്യേണ്ടത്. പക്ഷേ കാര്യം എന്തൊക്കെയാണെങ്കിലും ഞാൻ ഇന്നലത്തെ എൻ്റെ വീഡിയോയിൽ പറഞ്ഞതുപോലെ ആ കുഞ്ഞിന് അർഹതപ്പെട്ട പൈസ നൽകട്ടെ. ഇനി ഈ പറഞ്ഞതുപോലെ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ചിന്തിക്കുവാണെങ്കിൽ ഒരു പെൺകുഞ്ഞ് വന്ന് തള്ളി പറയുമ്പോൾ മാനുഷികമായി ഉണ്ടാകുന്ന ഒരു ദേഷ്യം, പക്ഷേ ഇങ്ങനെ നീണ്ടു നിൽക്കാൻ പാടില്ലായിരുന്നു. അവിടെയാണ് നമ്മളെല്ലാവരും ഒരു ദേഷ്യത്തോടെ ഈ കാര്യത്തെ നോക്കിക്കാണും. നമ്മളെല്ലാവരും എന്ന് പറഞ്ഞാൽ ഞാൻ കേട്ടോ. അപ്പം കുഞ്ഞ് അവൾ പറഞ്ഞ കാര്യങ്ങൾ 12-13 വയസ്സല്ലേ ആയിട്ടുള്ളൂ. അവൾക്ക് വേണമെങ്കിൽ അതൊക്കെ മാറ്റി പറഞ്ഞ് ഇൻ ഫ്യൂച്ചർ താങ്കളെ കാണാൻ വന്നിരിക്കും അല്ലേ? അപ്പോൾ കുഞ്ഞുങ്ങൾ എന്തെങ്കിലും മറുത്തു പറഞ്ഞു എന്ന് വെച്ച് നമ്മൾ ആ ഒരു ബന്ധം അറുത്തു മുറിച്ച് കളഞ്ഞാൽ അതത്ര നല്ല കാര്യമല്ലല്ലോ. എങ്കിലും എവിടെയാണ് തെറ്റ് പറ്റിയത് എന്നുള്ളത് നമുക്കൊന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. അപ്പോൾ മാത്രമല്ല, കഴിഞ്ഞ ഒരു സംഭവത്തിൽ അമൃതയ്ക്ക് കിട്ടിയ ഒരു സപ്പോർട്ട് ഈ ഒരു സംഭവത്തിൽ കിട്ടുന്നേ ഇല്ല. കാരണം ആ നെഗറ്റീവ് കോമൻസിലൊക്കെ ആളുകൾ പറയുന്ന കാര്യം ഇതാണ്, പൈസ വേണ്ട, ഒന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ബാലയുടെ പൈസ വേണമെന്നാണോ പറയുന്നത്. കമൻസ് മുഴുവൻ ഇത് തന്നെയാണ്. അതായത് കുഞ്ഞ് വന്നിരുന്ന് പറയുന്നുണ്ടല്ലോ, അച്ഛനെ വേണ്ട, ഞങ്ങൾക്ക് സമാധാനമായിട്ട് ജീവിച്ചാൽ മതി. പിന്നെ ദേ വീണ്ടും പൈസയ്ക്ക് വേണ്ടി വന്ന് പറയുന്നു. അപ്പം നമുക്ക് മനസ്സിലായി ഇവിടെയാണ് പാളിപ്പോയത്. കാരണം വേർബലി അങ്ങനൊരു തെളിവുണ്ട് അല്ലേ? അങ്ങനൊരു തെളിവ് കിടപ്പുണ്ട്, ഞങ്ങൾക്കൊന്നും വേണ്ട, സമാധാനം മതി എന്നുള്ളത്. ഒരു പക്ഷേ അമൃത ആ ഒരു പ്രയോഗം നടത്തിയത് ഓൾറെഡി അത് കുഞ്ഞിൻ്റെ പേരിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടല്ലോ. ഇനിയിപ്പോൾ ആര് നോക്കിയാലും അത് തിരിച്ചെടുക്കാൻ പറ്റില്ല എന്നുള്ള ഒരൊറ്റ കാര്യത്തിലായിരിക്കാം, ഒരു ഉറപ്പിലായിരിക്കാം അമൃത അങ്ങനെ പറഞ്ഞത്. പക്ഷെ എന്നെ വീണ്ടും ചിന്തിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. അമൃത ഇത്ര നാളും എനിക്ക് ജോഷ് ടോക്കിലൊക്കെ അമൃത സംസാരിച്ചൊരു കാര്യം, അമൃത ആ ഒരു റിലേഷനിൽ നിന്ന് മാറിയതിന് ശേഷം അമൃതയ്ക്കോ കുഞ്ഞിനോ ഒരു പൈസ പോലും ബാലയുടെ ഭാഗത്ത് നിന്ന് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. പക്ഷെ ആ സമയത്തൊക്കെയും അതൊക്കെ ഇങ്ങനെ ഭയങ്കര കൂളക്കം സൃഷ്ടിച്ച് ചർച്ചകളൊക്കെ ആയ സമയത്ത് ബാല എപ്പോഴും പറയുന്നൊരു കാര്യം ഉണ്ടായിരുന്നു, ഇതിനെക്കുറിച്ച് ഞാനൊന്നും സംസാരിക്കുന്നില്ല, അത് ദൈവം ഒരിക്കൽ തെളിയിക്കട്ടെ, കൊച്ചിന് ഞാൻ എന്ത് കൊടുത്തു, ഞാനൊരു അച്ഛനാണ്, എന്ത് കൊടുത്തു എന്ത് വാങ്ങി എന്നുള്ളതിൻ്റെ കണക്ക് ഞാൻ വെക്കുന്നില്ല എന്നൊരു കാര്യം പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ കഴിഞ്ഞ പ്രശ്നത്തിൽ ആ കുഞ്ഞ് വന്ന് സംസാരിച്ച ആ പ്രശ്നത്തിൽ പോലും അമൃത പറയുന്ന ഒരു കാര്യം, ഞങ്ങൾക്കൊന്നും വേണ്ട. അതായത് ആ സമയത്തൊക്കെ ഞാനിങ്ങനെ വിചാരിച്ചിരുന്നു, ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഇവർക്കൊന്നും കൊടുത്തില്ലേ, അല്ലെങ്കിൽ ബാല ഒരു ആക്ടറാണ്, സഹോദരൻ അതായത് ഇവർ ഒരു പോഷ് ഫാമിലിയാണ്, ഫിനാൻഷ്യലി വളരെ സെറ്റിൽഡ് ആയിട്ടുള്ളൊരു ഫാമിലിയാണ്, വളരെ സൗണ്ട് ആയിട്ടുള്ളൊരു ഫാമിലിയാണ്. അപ്പം നല്ലൊരു എമൗണ്ട് ഇട്ടിട്ടുണ്ടാവും.
പക്ഷേ വൈഫും കുട്ടിയും എക്സ് വൈഫും കുട്ടിയും ഇങ്ങനെ വന്നിരുന്ന് പറയുമ്പോൾ ഈ ഒന്നും കൊടുത്തിട്ടില്ലേ. മാത്രമല്ല അമൃത പല പ്ലാറ്റ്ഫോമിലും പറഞ്ഞിട്ടുണ്ട് ഒരു പൈസയും നേടിയിട്ടില്ല, വാങ്ങിയിട്ടില്ല. അത് മാത്രമല്ല ഇവരുടെ ചാനലിലൊക്കെ ഒരുപാട് നെഗറ്റീവ് കോമൻറ്റ്സ് വന്നിരുന്നൊരു സമയമുണ്ടായിരുന്നു. ഇപ്പോൾ അഭിരാമി സുരേഷിൻ്റെ വീഡിയോസിലൊക്കെ ആണെങ്കിലും ബാലയുടെ പൈസ കൊണ്ടല്ലേ എന്നുള്ളത് ഒരുപാട് കമൻറ്റ് സെക്ഷൻ വരുമ്പോൾ ആ കുട്ടിയും പറഞ്ഞിരുന്നു ഏത് ബാലയുടെ പൈസ, ഞങ്ങൾക്കൊരു പൈസയും കിട്ടിയിട്ടില്ല എന്നുള്ളത്. അപ്പം ശരിക്കും ഈ പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. 15 ലക്ഷം രൂപ ഒരു ഇൻഷുറൻസ് പോലെ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 18 വയസ്സാകുമ്പോൾ അത് ഇരട്ടിയായിട്ട് ആ കുട്ടിയുടെ കയ്യിലേക്ക് എത്തും. അപ്പോൾ 15 ലക്ഷം എന്നുള്ളത് അന്ന് ഇൻവെസ്റ്റ് ചെയ്തൊരു തുകയാണ്. അപ്പോൾ കിട്ടുമ്പോൾ അതിൻ്റെ ഇരട്ടിയായിട്ട് തന്നെ കിട്ടും. ഇനി അത് വലുതാണ് ചെറുതാണ് എന്നുള്ളൊരു, അതായത് ആ ഒരു എമൗണ്ടിനെ കുറിച്ച് പറയുമ്പോഴും അതിനെ താഴ്ത്തിക്കെട്ടി സംസാരിക്കുന്നതൊക്കെ ഒരു തെറ്റായിട്ട് എവിടെയോ നിൽക്കുന്നത് പോലെ തോന്നുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്കൊരു പാഠമായിരിക്കട്ടെ. എസ്പെഷ്യലി സോഷ്യൽ മീഡിയ നന്നായി ഹാൻഡിൽ ചെയ്യുന്നവർ. എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ചില വാക്കുകൾ ഒന്ന് കട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് ഒക്കെ മാറ്റി കുറച്ച് ആർട്ടിഫിഷ്യലായിട്ട് വന്ന് സംസാരിച്ചാലും കുഴപ്പമില്ല. ഇതുപോലെ ഉള്ളു തുറന്ന് പറഞ്ഞതാണ് അവർ. മനസ്സിലായില്ലേ? ആ പൈസ ഇൻഷുറൻസ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടല്ലോ, അപ്പോൾ പിന്നെ തിരിച്ചെടുക്കാൻ പറ്റില്ല എന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. അതൊക്കെ പാളിപ്പോയി. ഇപ്പം മനസ്സിലായില്ലേ? നിയമത്തിനെ കൊണ്ട് എന്തും പറ്റും. അപ്പോൾ എല്ലാവരും ഇതൊരു പാഠമായി എടുക്കുക. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.